മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് റഷ്യൻ വിപ്ലവം അല്ലേ, അത് കഴിഞ്ഞു. അപ്പോൾ അത് നല്ല വൃത്തിക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ചൈനീസ് വിപ്ലവം. ഓക്കെ, ഏറ്റവും ലാസ്റ്റ്, അതായത് നമ്മളുടെ ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തെ വിപ്ലവമാണേത്, ചൈനീസ് വിപ്ലവം. നിങ്ങൾ ചൈനയെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? 9ാം ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ചില കാര്യങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ടാങ്, സോങ്, മിങ്, മാഞ്ചു കേട്ടിട്ടുണ്ട് ഇതെല്ലാം. ടാങ് വംശം, സോങ്, അതേപോലെ തന്നെ മിങ് വംശം. ഓക്കെ, ഏറ്റവും അവസാനം മാഞ്ചു വംശം, മാഞ്ചു അല്ലെങ്കിൽ മഞ്ചു എന്നൊക്കെ പറയും. ഓക്കെ, മാഞ്ചു വംശം. ഇതെല്ലാം നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. നമുക്കിത് ആവശ്യമുണ്ട് കേട്ടോ. ഇത് മൊത്തമല്ല, ഇവനെ നമുക്ക് ആവശ്യമുണ്ട്. മാഞ്ചു വംശം പഠിക്കാനുണ്ട്. അപ്പോൾ ചൈനീസ് വിപ്ലവം പറഞ്ഞതിന് മുമ്പേ എന്താണ് ചൈനേൻ്റെ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് കറുപ്പ് വ്യാപാരം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കി വെക്കേണ്ടുന്ന കാര്യം, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ഈ യൂറോപ്യന്മാരുടെ മെയിൻ ഹോബി അല്ലേ. യൂറോപ്യന്മാരുടെ മെയിൻ ഹോബി എന്താണ്? മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുക അല്ലേ, എന്നിട്ട് അവിടെയുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, അവിടെ കോളനികൾ സ്ഥാപിക്കുക. ഇതൊക്കെയാണ് യൂറോപ്യന്മാരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അതേപോലെ യൂറോപ്യന്മാർ ചൈനയിലേക്കും വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. പക്ഷേ അവർ ചൈനയിൽ കോളനികൾ സ്ഥാപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. പക്ഷേ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, യൂറോപ്യൻസ് ചൈനയിലേക്ക് വരികയും അല്ലേ, ചൈനീസ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള പട്ട്, തേയില, മൺപാത്രങ്ങൾ ഇതൊക്കെ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ പട്ടിനായാലും തേയിലക്കായാലും മൺപാത്രങ്ങൾക്കായാലും വൻ ഡിമാൻഡാണ് ഉള്ളത്. പക്ഷേ ചൈനക്കാർ യൂറോപ്യന്മാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊന്നും തന്നെ വാങ്ങുന്നുമില്ല. ഓക്കെ അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ആർക്കാണ് ലാഭമുണ്ടാവുക, ആർക്കാണ് നഷ്ടമുണ്ടാവുക എന്ന് പറഞ്ഞാൽ, വലിയ പൈസ കൊടുത്തിട്ട് യൂറോപ്യൻസ് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. എവിടെ നിന്ന്? ചൈനയിൽ നിന്ന്. പക്ഷേ ചൈനക്കാരാണെങ്കിൽ യൂറോപ്യന്മാരുടെ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വാങ്ങുന്നില്ല. ഇതിലൂടെ യൂറോപ്യന്മാർക്ക് എന്തുണ്ടാവും? വൻ നഷ്ടമുണ്ടാവും അല്ലേ. അപ്പോൾ ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യന്മാർ ഒരു ബുദ്ധി പ്രയോഗിച്ചു. മറ്റൊന്നുമല്ല, ഏതൊരു നല്ല ആൾക്കാരെയും അല്ലെങ്കിൽ നല്ല വ്യക്തിയെയും മോശമാക്കണമെങ്കിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞതാണ്, അത് മനുഷ്യന്മാരിലേക്ക് അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിയിലേക്ക് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും എന്താണ് പറ്റിയ ഒരു സാധനമാണിതെന്ന്, എന്തെങ്കിലും ഒരു ലഹരിക്ക് അടിമയാക്കുക എന്നുള്ളത്. ഓക്കെ, ആ രീതിയിൽ നോക്കുമ്പോൾ യൂറോപ്യന്മാർ ചൈനയിൽ ഒരു ലഹരി വസ്തുക്കൾ ഇറക്കുമതി ചെയ്തു. അതിൻ്റെ പേരാണ് മക്കളെ കറുപ്പ്. എന്താണ് കറുപ്പ്? ഒപ്പിയം എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒപ്പിയം ഇറക്കുമതി ചെയ്തോട് കൂടിയിട്ട് ചൈനക്കാർ വ്യാപകമായിട്ട് ഈ കറുപ്പ് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, അങ്ങ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അതിലൂടെ ചൈനക്കാർ മുഴുവനായിട്ട് ആർക്ക് അടിമകളായിട്ട് മാറി? യൂറോപ്യന്മാർക്ക്, എസ്പെഷ്യലി ബ്രിട്ടീഷുകാർക്ക് അടിമകളായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഓൾറെഡി യൂറോപ്യന്മാർ പല കാര്യങ്ങളും ഇവിടെ അപ്ലൈ ചെയ്യാൻ നോക്കി. അതൊന്നും ആര് വാങ്ങിയില്ല? ചൈനക്കാർ വാങ്ങിയില്ല. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർ എന്ത് കൊണ്ടുവന്നു? കറുപ്പ് എന്ന് പറയുന്ന ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നു. ഇത് ആര് വാങ്ങാൻ വേണ്ടി തുടങ്ങി? ചൈനക്കാർ വാങ്ങാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ചൈനീസ് ജനതയുടെ മാനസിക നിലയെ ഇതെന്ത് ചെയ്തു? പ്രതികൂലമായിട്ട് ബാധിച്ചു. അതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ ആരുടെ അടിമകളായിട്ട് മാറി? യൂറോപ്യന്മാരുടെ അടിമകളായിട്ട് മാറി. ഓക്കെ അല്ലേ. ഇത്ര പോരെ കാര്യങ്ങൾ കിട്ടി. ഇനി അടുത്തത് എന്താണെന്ന്? തുറന്ന വാതിൽ നയം. ഓക്കെ, തുറന്ന വാതിൽ നയം എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾ ഒരാളുടെ പേര് പഠിക്കേണ്ടതായിട്ടുണ്ട്. ജോൺ ഹെയ്. ആരാടാ? ജോൺ ഹെയ്. ഓക്കെ അല്ലേ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണേ, പഠിച്ചു വെച്ചോ. ജോൺ ഹെയ്. ആരാണ് ജോൺ ഹെയ്? അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് ആര്? ജോൺ ഹെയ്. ഓക്കെ അല്ലേ. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് ജോൺ ഹെയ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇദ്ദേഹം കൊണ്ടുവന്ന നയമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തുറന്ന വാതിൽ നയം അല്ലെങ്കിൽ ഓപ്പൺ ഡോർ പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. തുറന്ന വാതിൽ നയം കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഹെയ്. ആരാ ഇത്? അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. ഇനി എന്താണ് തുറന്ന വാതിൽ നയം എന്ന് പറഞ്ഞാൽ, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പോൾ എന്താണ് പല യൂറോപ്യൻ രാജ്യവും എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? ചൈനയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പല വസ്തുക്കളുണ്ടാവും അല്ലേ, അതിൻ്റെ മുകളിൽ എന്തവർ പറയും? അല്ല, ഇന്ന സാധനങ്ങൾ എനിക്ക് വേണം, അതായത് പട്ട് എനിക്ക് തന്നെ വേണം, എനിക്ക് തന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രം ആർക്ക് കൊടുത്താൽ മതി? മറ്റു രാജ്യക്കാർക്ക് കൊടുത്താൽ മതി അല്ലേ. തേയില എനിക്ക് തന്നെ വേണം,
അല്ലേ, എനിക്ക് തന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്താൽ മതി. ഈ രീതിയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ ആര് കരസ്ഥമാക്കിയിട്ടുണ്ട്? എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അമേരിക്കക്ക് എന്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല? ചൈനയിലെ കമ്പോളങ്ങളിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നഷ്ടങ്ങളാണ് ആർക്കുള്ളത്? അമേരിക്കക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, ജോൺ ഹെയ് എന്ന് പറയുന്ന അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ചൈനയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള നയമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തുറന്ന വാതിൽ നയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലേ, ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് ആര് വാദിച്ചു? അമേരിക്ക വാദിച്ചു. ഓക്കെ അല്ലേ, അപ്പോൾ ഇത്ര പോലെയാണ് ഇതൊന്ന് തുറന്ന വാതിൽ നയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മക്കളെ നമ്മൾ അടുത്ത ടോപ്പിക് എന്താണ്? ബോക്സർ കലാപം. ഇത് മുതൽ ഇതുവരെയാണ് ഇതൊന്ന് ബോക്സർ കലാപം. ഓക്കെ അല്ലേ, പഠിച്ചു വെക്കണം. ഓക്കെ, ബോക്സർ കലാപം. ഓക്കെ അല്ലേ, നോക്ക്, ഏത് വർഷം? 1900 ആർക്ക് എതിരായിട്ട്? മഞ്ജു അല്ലെങ്കിൽ മാഞ്ചു രാജവംശത്തിന് എതിരായിട്ടാണ് ബോക്സർ കലാപം നടക്കുന്നത്. എന്തുകൊണ്ട് ഇത് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു? മാഞ്ചു രാജവംശത്തിന് എതിരായിട്ട് ചില രഹസ്യ സംഘടനകളാണ് നടത്തിയിട്ടുള്ളത്. ചില രഹസ്യ സംഘടനകളാണ് ഇത് നടത്തിയിട്ടുള്ളത്. അല്ലെ, അവരുടെ മുദ്ര, അവരുടെ എംബ്ലം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ആ രഹസ്യ സംഘടനയുടെ മുദ്ര എന്ന് പറഞ്ഞത് ബോക്സർമാരുടെ കൈമുഷ്ടി ആയിരുന്നു ആ ഒരു രഹസ്യ സംഘടനയുടെ എംബ്ലം, മുദ്ര എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി എന്തിനാണ് ഈ മാഞ്ചു രാജവംശത്തിന് എതിരായിട്ട് ഇവർ എന്തിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? അതിനും ഒരു കാരണം ഉണ്ടാവില്ലേ? ഇതാണ് ആ കാരണം. എന്താണ്? ചൈന ഭരിച്ചിരുന്ന മാഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അല്ലേ, ഈ രീതിയിൽ നോക്കുമ്പോൾ മറ്റ് യൂറോപ്യൻകാരൊക്കെ ചൈനയിലേക്ക് വരും. അല്ലേ, അവർക്ക് യഥേഷ്ടം അവർക്ക് തോന്നുന്നത് പോലെ അവരുടെ കമ്പോള നയങ്ങൾ എന്ത് ചെയ്യും? ചൈനയിൽ ഉണ്ടാക്കും. അത് സ്വാഭാവികമായിട്ടും ആരെ ബാധിക്കും? സാധാരണക്കാരെ ബാധിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു രഹസ്യ സംഘടന മാഞ്ചു രാജവംശത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചത്. ഓക്കെ അല്ലേ, ഇനി ഈ ഒരു കലാപം വിജയമായിരുന്നു പരാജയമായിരുന്നു? മാഞ്ചു രാജവംശം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു കലാപത്തിനെ അടിച്ചമർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ, അപ്പോൾ ഇതുവരെയുള്ള ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ മാഞ്ചു രാജവംശമാണ് ഈ ഒരു കഥയിലെ അല്ലേ ആദ്യത്തെ വില്ലൻ എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ മാഞ്ചു വംശത്തിനെ ഇല്ലാതെയാക്കണ്ടേ? നോക്കുക, വർഷം 1911. 1911 അല്ലേ, ഡോക്ടർ സണ്ണിയാട്സൻ്റെ നേതൃത്വത്തിൽ, ഇയാളുടെ പേര് ഒന്നാദ്യം നോക്കിയേക്കുക, ഡോക്ടർ സണ്ണിയാട്സൻ അല്ലേ, ഡോക്ടർ സണ്ണിയാട്സൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാഞ്ചു ഭരണത്തിന് എതിരായിട്ട് വിപ്ലവം നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇത്ര പോലെ കിട്ടിയല്ലേ? അപ്പോൾ ഡോക്ടർ സണ്ണിയാട്സൻ്റെ നേതൃത്വത്തിൽ 1911 മാഞ്ചു രാജവംശത്തിന് എതിരായിട്ട് കലാപം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാഞ്ചു രാജവംശം ചൈനയിൽ നിന്നും ഇല്ലാതെയാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും സപ്പോർട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുള്ള ആളായിരുന്നു ആര്? ഡോക്ടർ സണ്ണിയാട്സൻ. ഓക്കെ അല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിപ്ലവം ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാഞ്ചു രാജവംശത്തിൻ്റെ ഭരണം ചൈനയിൽ അവസാനിക്കുന്നു. ഓക്കെ അല്ലേ, ആ ഒരു വിപ്ലവം നടക്കുന്ന ഏത് വർഷമാണ് മക്കളെ? 1911 കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെ? ഡോക്ടർ സണ്ണിയാട്സൻ്റെ ആശയങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുക. ഒന്നാമതായിട്ട് ദേശീയത. എന്താ ദേശീയത? മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും എന്ത് ചെയ്യുക? പുറത്താക്കുക. യഥാർത്ഥത്തിൽ ദേശീയത എന്ന് പറഞ്ഞാൽ അതിന് ഡെഫിനേഷൻ വേറെയുണ്ട്. എന്താണ്? ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസമൊന്നുമില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യം, അതാണ് ദേശീയത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ദേശീയത എന്താണ്? മഞ്ചൂറിയൻ പ്രദേശക്കാരായിട്ടുള്ള മഞ്ചു രാജവംശക്കാരെന്ത് ചെയ്യുക? പുറത്താക്കുക. സാമ്രാജ്യത്വ ശക്തികളെ പുറത്താക്കുക. യൂറോപ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അവരെ പുറത്താക്കുക. ഓക്കെ അല്ലേ, എന്നിട്ട് ചൈന ആർക്ക് വിട്ടുകൊടുക്കുക? ചൈനക്കാർക്ക് വിട്ടുകൊടുക്കുക. അതാണ് ദേശീയത. ഓക്കെ, ഇനി ജനാധിപത്യം. എന്താ ജനാധിപത്യം? പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജനാധിപത്യ ഭരണക്രമം സ്ഥാപിക്കുക അല്ലേ. സോഷ്യലിസം. എന്താ സോഷ്യലിസം? മൂലധനത്തിനെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ഇതാണ് ഡോക്ടർ സണ്ണിയാട്സൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടി എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത കാര്യം എന്താ പറഞ്ഞത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, സണ്ണിയാട്സൻ ഒരു പാർട്ടി ചൈനയിൽ ഈ സമയത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് മക്കളെ കുമിങ് താങ്. എന്താണ്? കുമിങ്
കുമിങ്താങ് എന്നാണ് ആ ഒരു പാർട്ടിയുടെ പേര് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ കുമിങ്താങ് പാർട്ടി ചൈനയിൽ വന്നിട്ടുള്ള ഇതേ സമയത്ത് തന്നെ ചൈനയിൽ മറ്റൊരു പാർട്ടി കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് മക്കളെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓക്കെ അല്ലേ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓക്കെ അല്ലേ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ചൈനയിൽ സ്ഥാപിതമാവുന്നത്. ഓക്കെ അല്ലേ, റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ട്. അപ്പോൾ കുമിങ്താങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആദ്യകാലങ്ങളിൽ വളരെ പരസ്പര സഹകരണത്തോട് കൂടിയിട്ടാണ് മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാൾക്കാരും നല്ല ഫ്രണ്ട്സുകളെ പോലെ അല്ല, കുമിങ്താങ്ങുകളാവട്ടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റു അംഗങ്ങളാവട്ടെ എല്ലാവരും നല്ല രീതിയിലായിരുന്നു മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ചെറിയൊരു രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചു. എപ്പോഴാണെന്നറിയോ? സണ്ണി ആർട്സിൻ്റെ മരണത്തിന് ശേഷം ഒരാൾ കുമിങ്താങ് പാർട്ടി അങ്ങ് ഏറ്റെടുത്തു. അയാളുടെ പേരാണ് മക്കളെ ചിയാങ് കൈഷേക്ക് അല്ലേ. ഓക്കെ അല്ലേ, ആ ഒരു പേര് ഒരു കാരണവശാലും മറക്കാൻ വേണ്ടി പാടില്ല. ചിയാങ് കൈഷേക്ക്. ഓക്കെ അല്ലേ, ഇവനാണ് നമ്മുടെ കഥയിലെ യഥാർത്ഥ വില്ലൻ അല്ലേ. ഇതൊക്കെ ചെറുത്, ഇവനാണ് റിയൽ വില്ലൻ. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കുക, സണ്ണി ആർട്സിൻ്റെ മരണത്തിന് ശേഷം ആരാണ് കുമിങ്താങ് പാർട്ടിയുടെ നേതാവായിട്ട് മാറുന്നത്? ചിയാങ് കൈഷേക്കാണ് കുമിങ്താങ് പാർട്ടിയുടെ നേതാവായിട്ട് മാറുന്നത് അല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കുമിങ്താങ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിയാങ് കൈഷേക്കിൻ്റെ വരവോട് കൂടിയിട്ട് കുമിങ്താങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു ആദ്യഘട്ടങ്ങളിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത് മെല്ലെ ഇല്ലാതാവാൻ വേണ്ടി തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സഹകരണം മെല്ലെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. മാത്രമല്ല ചിയാങ് കൈഷേക്ക് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു വില്ലൻ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അല്ലേ, കൊല്ലുന്നൊക്കെയുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ഈ ഒരു സമയത്താണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആര് ഉയർന്നു വരുന്നത്? അതായത് ചിയാങ് കൈഷേക്ക് ഭയങ്കരമായിട്ട് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആര് വരുന്നത്? മാവോ സേതുങ് വരുന്നത്. ഓക്കെ അല്ലേ, മാവോ സേതുങ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി മാവോ സേതുങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നായകൻ എന്ന രീതിയിൽ നമുക്ക് മാവോ സേതുങ്ങിനെ കാണാൻ വേണ്ടി പറ്റും അല്ലേ, വില്ലൻ എന്ന രീതിയിൽ നമുക്ക് ചിയാങ് കൈഷേക്കിനെയും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. ഒന്നുകൂടി ഓർക്കുക, മാഞ്ചു രാജവംശം ഭരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ചൈന ഉണ്ടായിട്ടുള്ളത് ആ ഒരു രീതിയിലേക്ക് ചിയാങ് കൈഷേക്ക് ഏകാധിപതിയായി വന്നതിന് ശേഷം ചൈനയിലെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ചിയാങ് കൈഷേക്ക് ചൈനയിൽ സൈനിക ഏകാധിപത്യത്തിന് ഭരണത്തിന് തുടക്കം കുറിക്കുകയും കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള സഹകരണം ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കുകയും ചെയ്തു. ആര്? ചിയാങ് കൈഷേക്ക്. ഓക്കെ അല്ലേ. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ആരാണ്? വിദേശ രാജ്യങ്ങളായിരുന്നു. മാത്രമല്ല ചിയാങ് കൈഷേക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ഈ സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആര് വരുന്നു? മാവോ സേതുങ് വരുന്നു. മാത്രമല്ല ഇദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. വർഷം 1934. ഈ 1934 മാവോ സേതുങ് കിയാങ്സി മുതൽ യനാൻ വരെ, ആ രണ്ട് പേരുകൾ ഓർത്തു വെക്കണേ, കിയാങ്സി മുതൽ യനാൻ വരെ ഏകദേശം 12,000 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ? 12,000 കിലോമീറ്റർ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു. ഓക്കെ അല്ലേ. ഈ മാർച്ചാണ് മക്കളെ ചരിത്രത്തിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ, ലോങ് മാർച്ച്. ഓക്കെ അല്ലേ. ഇനി ഈ കിയാങ്സി മുതൽ യനാൻ വരെയുള്ള യാത്രയിൽ വെറുതെ ഇങ്ങനെ നടന്നു പോവുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഈ ഒരു യാത്രേൻ്റെ ഭാഗമായിട്ട് ഓരോരോ സ്ഥലങ്ങൾ എത്തുമ്പോഴും, അതായത് ചൈനയിലെ പല പ്രവിശ്യകളുണ്ട് അല്ലേ, ആ ഓരോരോ പ്രവിശ്യകളിലും എത്തുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള പ്രഭുക്കന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങ് ഇല്ലാതെയാക്കുന്നുണ്ട്. മാത്രമല്ല പ്രഭുക്കന്മാരുടെ ഭൂമിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചെടുത്തിട്ട് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ലോങ് മാർച്ചിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആര് ചെയ്യുന്നുണ്ട്? മാവോ സേതുങ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല ഇങ്ങനെയുള്ളൊരു കാര്യം നടക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ഭൂമി പിടിച്ചെടുത്തിട്ട് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാവോ സേതുങ്ങിന് എന്തുണ്ടാവും?
സാധാരണക്കാരുടെ കട്ട സപ്പോർട്ട് അവിടെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, എന്താ പറഞ്ഞത്, യാത്രയിൽ ഉടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായി വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് ആര് മാറി? കമ്മ്യൂണിസ്റ്റുകളും മാവോസെത്തുങ്ങും മാറി അല്ലേ? ഇനിയോ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിങ്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കി. കുമിങ്താങ് പാർട്ടി അല്ലെങ്കിൽ കുമിങ്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കി എന്ന് പറഞ്ഞാൽ അത് ആരെയാ ബാധിച്ചിട്ടുണ്ടാവുക? മറ്റാരെയല്ല, നമ്മുടെ വില്ലന ആരാ? ചിയാങ് കൈഷേക്കിനെ അല്ലേ? സ്വാഭാവികമായിട്ടും ചിയാങ് കൈഷേക്ക് അല്ലേ എന്ത് ചെയ്തു? തായ്വാനിലേക്ക് രാഷ്ട്രീയ അഭയം തേടിക്കൊണ്ട് പോകുന്നു. ആരെ പേടിച്ചിട്ട്? മാവോസെത്തുങ്ങിനെ പേടിച്ചിട്ട്. അങ്ങനെ 1949 ഒക്ടോബർ 1-ാം തീയതി എന്ത് റിപ്പബ്ലിക് ആവുന്നു? ചൈന റിപ്പബ്ലിക് ആവുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര പോലെയാണ് ചൈനീസ് വിപ്ലവം എന്നതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ബോക്സർ കലാപം നമുക്ക് അവിടെ പഠിക്കാറുണ്ട്. അതിനുശേഷം ഡോക്ടർ സണ്ണി യാർസൻ അദ്ദേഹം കൊണ്ടുവന്ന പാർട്ടി കുമിങ്താങ് പാർട്ടി, പാരലായിട്ട് അവിടെ വളർന്നു വന്ന മറ്റൊരു പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രണ്ടുപേരും ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ നല്ല രീതിയിൽ സഹകരണത്തോടു കൂടി മുമ്പോട്ടേക്ക് പോയി. സണ്ണി യാർസൻ്റെ ഭരണത്തിന് ശേഷം ചിയാങ് കൈഷേക്ക് കുമിങ്താങ് പാർട്ടിയുടെ ഭരണം ഏറ്റെടുക്കുന്നു അല്ലേ? ചിയാങ് കൈഷേക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളെ കൊല്ലുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു. ഈ സമയത്താണ് മാവോസെത്തുങ് വരുന്നത്. 34 അദ്ദേഹം എന്ത് ചെയ്യുന്നു? കിയാങ്സി ടു യനാൻ 12,000 കിലോമീറ്റർ മാർച്ച് നടത്തുന്നു. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ? അതേപോലെ തന്നെ പ്രഭുക്കന്മാരുടെ ഒക്കെ എന്ത് ചെയ്യുന്നു? ഭൂമി പിടിച്ചെടുക്കുന്നു, ഈക്വലായിട്ട് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്നു അല്ലേ? നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? ചിയാങ് കൈഷേക്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. ചിയാങ് കൈഷേക്ക് പേടിച്ചിട്ട് തായ്വാനിലേക്ക് രാഷ്ട്രീയ അഭയം തേടിക്കൊണ്ട് പോകുന്നു. 1949 ഒക്ടോബർ 1-ന് ചൈന റിപ്പബ്ലിക് ആവുന്നു. ഇത്ര പോലെയാണ് ചൈനീസ് വിപ്ലവം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റിൽ അതൊന്ന് ചോദിച്ചങ്ങ് വെക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക? അതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.